ൊക്കെ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് സ്വരം എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുക. ജീവിതത്തിൽ സ്വരം കഷ്ടതയാണെങ്കിലും ഞെരുക്കമാണെങ്കിലും സുഖമുള്ള കാലത്തും ദുഃഖവേളകളിലും കർത്താവിനെ സ്തുതിക്കുവാൻ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ദമ്മേശേക്ക് എന്ന് പറഞ്ഞ പട്ടണത്തോടുള്ള ദൈവിക ആലോചനകളെയൊക്കെയാണ് നമുക്കതിൽ പ്രധാനമായിട്ട് കാണുവാൻ കഴിയുന്നത്. അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ദമ്മേശേക്കിനെ കുറിച്ചുള്ള പ്രവാചകം, ഇതാ ദമ്മേശേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു, അത് ശൂന്യ കൂമ്പാരമായി തീരും. പ്രൈസ് ലോർഡ്. ആ ദേശത്തെക്കുറിച്ച്, ആ പട്ടണത്തെക്കുറിച്ചുള്ള ദൈവീക ന്യായവിധി, ദൈവീക ഉദ്ദേശ്യങ്ങൾ നിറവേറുന്ന സമയത്ത് അതൊരു കൂമ്പാരമായി തീരും, അത് ശൂന്യമായി പോകും, അത് പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കും എന്ന് പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവം ആലോചന അറിയിക്കുകയാണ്. സ്തോത്രം. ഈ ദമ്മേശേക്ക് എന്ന് പറഞ്ഞ സ്ഥലം അരാം രാജ്യത്തിൻ്റെ, സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അവിടെയുള്ള ചില പട്ടണങ്ങൾ, അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു എന്ന് കർത്താവ് ആലോചന അറിയിക്കുകയാണ്. അവ ആട്ടിൻകൂട്ടങ്ങൾക്ക് ആയിരിക്കും, ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞു കിടക്കും. ആട്ടിൻകൂട്ടങ്ങൾക്ക് വേണ്ടി ഒരു പട്ടണമായി അത് തീരും, അത് നിർജ്ജനമായി പോകുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എഫ്രൈമിൽ കോട്ടയും ദമ്മേശേക്കിൽ രാജ്യത്വവും ഇല്ലാതെയാകും. സ്വതം എഫ്രൈം, ദമ്മേശേക്ക് എന്നുള്ള പട്ടണങ്ങളൊക്കെ പ്രൈസ് ലോർഡ് ഒരു സഖ്യതയിലായിരുന്നതായിട്ട് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. ദൈവത്തെ മറന്നുപോയി കർത്താവിൻ്റെ ആലോചനകൾക്ക് വിരോധമായി നിൽക്കുമ്പോൾ ദൈവീക ന്യായവിധി, ദൈവീക പ്രവർത്തികൾ ആ ദേശങ്ങളിൽ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. 3-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുകയാണ്, അരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ശേഷിക്കുന്ന ഒരു ജനമുണ്ട്. അരാം, ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ സിറിയ എന്ന് പറഞ്ഞ രാജ്യമാണ് അരാം. സ്തോത്രം. ഈ അരാമിൽ ശേഷിക്കുന്ന ചില ജനമുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധി നടക്കുമ്പോഴും ശേഷിക്കുന്ന ചിലർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആ ദേശത്തെക്കുറിച്ചുള്ള ദൈവിക അരുളപ്പാട് പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്യുകയാണ്. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ പറയുകയാണ്, അന്നാളിൽ യാക്കോബിന്റെ മഹത്വം ക്ഷയിക്കും, അവന്റെ ദേഹപുഷ്ടി മെലിഞ്ഞു പോകും. ദൈവത്തിന്റെ ന്യായവിധി വരുമ്പോൾ, ദൈവിക കരം ആ ദേശത്ത് വെളിപ്പെടുമ്പോൾ യാക്കോബിന്റെ മഹത്വം ക്ഷയിക്കും, ദേഹപുഷ്ടി മെലിഞ്ഞു പോകും. എന്നിട്ട് ഒരു കൊയ്ത്തുകാരനെ തുലനം ചെയ്തുകൊണ്ട് അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഒരു കൊയ്ത്തിന് വേണ്ടി പോകുന്ന ഒരു മനുഷ്യൻ വിള ചേർത്ത് പിടിച്ച് കൈകൊണ്ട് കതിരുകളെ കൊയ്യും പോലെയായി തീരും എന്നൊക്കെയാണ് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത്. എന്നാൽ ഈ ന്യായവിധിയുടെ മധ്യത്തിലും സ്തോത്രം ചില കാര്യങ്ങൾ അവിടെ നടക്കും. ചിലർ ദൈവത്തിങ്കിലേക്ക് തിരിയും. സ്തോത്രം. ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടാകുമ്പോൾ, ദേശത്ത് ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, സ്തോത്രം, എല്ലാ കാലഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. പലരും കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വരും. പലരും ദൈവത്തിൻ്റെ സ്തോത്രം സാന്നിധ്യം മനസ്സിലാക്കുവാൻ അവർ ചില ചുവടുകൾ എടുത്തു വെക്കും. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ, ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം ആദ്യമായിട്ട് അന്വേഷിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരു കുറവാണോ, എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുനിമിത്തമാണോ ഇതൊക്കെ സംഭവിക്കുന്നത് നാം ആരായുന്നത് പോലെ തന്നെ ഇവിടെ കർത്താവിൻ്റെ ആലോചന പ്രവാചകനിലൂടെ 7-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. അന്നാളിൽ മനുഷ്യൻ തന്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും തൻ്റെ വിരലുകളാൽ ഉണ്ടാക്കിയ അശേര വിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും തൻ്റെ സൃഷ്ടാവിങ്കിലേക്ക് തിരിയും. പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ ജനം ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ, സ്തോത്രം, അവർ കൈപ്പണിയാൽ ഉണ്ടാക്കിയ ചില അശേര വിഗ്രഹങ്ങളുണ്ട്, സൂര്യസ്തംഭങ്ങളുണ്ട്. മനുഷ്യൻ തൻ്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് തിരിയും. ഹല്ലേലൂയ. പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ന്യായവിധി കടന്നു വരുമ്പോൾ, ദൈവകരം വെളിപ്പെടുമ്പോൾ ചില മനുഷ്യർ സ്തോത്രം അവരുടെ കൈപ്പണിയെ ഉപേക്ഷിച്ചിട്ട് അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ അവന്റെ കണ്ണ് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നോക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ചിലരുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ മാത്രമേ അവർ ദൈവത്തിങ്കിലേക്ക് അടുക്കലേക്ക് കടന്നു വരുത്തുള്ളൂ. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാ സമയത്തും കർത്താവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ എല്ലാ കാലത്തും
യഹോവയെ വാഴ്ത്തും. ഐ മീൻ ഐ വിൽ ബ്ലെസ് ദി ലോർഡ് അറ്റ് ഓൾ ടൈംസ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രതികൂലത്തിലും മാത്രമല്ല, ഇവിടെ പരിശുദ്ധനിലേക്ക് അവർ നോക്കുന്നത് ഒരു ന്യായവിധി വരുമ്പോഴാണ്. ഐ മീൻ എല്ലാം നിർജ്ജനമായി പോകുമ്പോൾ, എല്ലാം ശൂന്യമായി പോകുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കുകയാണ്. പക്ഷേ കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുക. ജീവിതത്തിൽ ഐ മീൻ കഷ്ടതയാണെങ്കിലും ഞെരുക്കമാണെങ്കിലും സുഖമുള്ള കാലത്തും ദുഃഖവേളകളിലും കർത്താവിനെ സ്തുതിക്കുവാൻ ഇടയായി തീരണം. ഇവിടെ ജനം പരിശുദ്ധനിലേക്ക് നോക്കുന്നത് ചില പ്രതിസന്ധിയുടെ മധ്യത്തിലാണ്. എന്നാൽ നാം ഓരോരുത്തരും കർത്താവിന്റെ സന്നിധാനത്തിൽ ആയിരിക്കുമ്പോൾ എല്ലാ കാലത്തും കർത്താവിനെ വാഴ്ത്തുവാൻ, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വശങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.